വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. സോ ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് ICT മാക്രോ സ്കാൽപ്പിംഗ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാക്രോ ടൈം വിൻഡോസ്, എങ്ങനെയാണ് മാക്രോ ടൈം വിൻഡോസിൻ്റെ അകത്ത് ട്രേഡ്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ കുറച്ചധികം ആൾക്കാർ DM-ലും അതുപോലെ തന്നെ നേരത്തെ ഇട്ട വീഡിയോസിന് കമൻ്റ് ആയിട്ടും ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ICT മാക്രോസിനെ പറ്റി കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ്. സോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. സോ എൻ്റെ വരെ മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇത് ബി വർത്ത് ഇറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ICT മാക്രോ സ്കാൽപ്പിംഗ്, അല്ലെങ്കിൽ എന്താണ് മാക്രോസ്? സോ മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ടൈം വിൻഡോസ് ആണ്. സോ ദേ എക്സിസ്റ്റ് 10 minutes ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി സിംഗിൾ അവർ ഇൻ വിച്ച് സംതിങ് ഇമ്പോർട്ടൻറ്റ് മേ ഹാപ്പൻ. അതായത് എല്ലാ അവറിലും മാക്രോസ് ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ന്യൂയോർക്ക് ടൈം ആണ്, ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം അതിൻ്റെ ബേസിലാണ്. സോ എല്ലാ അവറിലും മാക്രോസ് നമുക്ക് കാണാൻ പറ്റും. അതായത് 20 minutes വെച്ചിട്ടാണ് ആ ഒരു മാക്രോസ് പറഞ്ഞത്. സോ എങ്ങനെയാണ് മാക്രോസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ന്യൂ അവർ ഓപ്പൺ ചെയ്യുന്നതിന് 10 minutes മുന്നേയും അതുപോലെ തന്നെ ആ ഒരു ന്യൂ അവർ ഓപ്പൺ ചെയ്തിട്ട് 10 minutes ശേഷം, അതായത് ആ ഒരു 20 minutes നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂ ടൈമിൻ്റെ കൂടെ ബിഫോർ 10 minutes ആഫ്റ്റർ 10 minutes. ഓക്കെ, ആ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 10 minutes ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള 10 minutes, അതാണ് സിംപ്ലി ആ ഒരു 20 minutes ടൈം വിൻഡോനാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാ അവറിലും നമുക്ക് ആ ഒരു മാക്രോസ് കാണാൻ പറ്റും. ബട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ലണ്ടൻ സെഷൻ്റെ അകത്തും അതുപോലെ തന്നെ ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്തുള്ള ടോട്ടൽ 2+2 4 മാക്രോസ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാക്രോ ടൈം വിൻഡോയുടെ അകത്ത് നമുക്ക് സംതിങ് ഇമ്പോർട്ടൻറ്റ് മേ ഹാപ്പൻ. സോ സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സൈഡ് മൂവ്, അതാണ് ഇവിടെ സംതിങ് ഇമ്പോർട്ടൻ്റ് വെച്ചിട്ട് ഞാൻ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ആ ഒരു വൺ സൈഡ് മൂവ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലണ്ടൻ സെഷൻ്റെ അകത്ത്, ലണ്ടൻ മാക്രോസിൻ്റെ അകത്തും അതുപോലെ തന്നെ ന്യൂയോർക്ക് AM മാക്രോയുടെ അകത്തുമാണ് ഈ ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യണത്, ശരിക്കും കൂടുതലും വർക്ക് ചെയ്യണത് നമ്മുടെ ഇൻഡീസസിലാണ്. ഓക്കെ, ബട്ട് ഞാനിത് ഇപ്പോൾ ട്രേഡ് ചെയ്യണത് EURUSD ആണ്. സോ EURUSD മാത്രമാണ്, സ്ട്രിക്ട്ലി EURUSD മാത്രമാണ് ഈ ഒരു മാക്രോ സെറ്റപ്പ് ഞാൻ ചെയ്യണത്. സോ അതിൻ്റെ ടൈം നോക്കുവാണെങ്കിൽ, സോ ലണ്ടൻ സെഷൻ്റെ അകത്തുള്ള മാക്രോസ് വരണം, അല്ലെങ്കിൽ ലണ്ടൻ ഓപ്പൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പൺ മാക്രോസ് വരണത്. സോ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള ന്യൂയോർക്ക് ടൈം ആണ്. സോ ഇത് ഇന്ത്യൻ ടൈം ഞാൻ പറയും. സോ ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് രണ്ട് മാക്രോസ് ഉണ്ട്. സോ ഫസ്റ്റ് മാക്രോ പറഞ്ഞത് 2:50 AM to 3:10 AM. സോ ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ കറൻ്റ്ലി 12:20 PM to 12:40 PM. ആൻഡ് നെക്സ്റ്റ് മാക്രോ പറഞ്ഞത് 3:50 AM to 4:10 AM. അത് ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1:20 PM to 1:40 PM. ആൻഡ് ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്തുള്ള മാക്രോസ് പറഞ്ഞ സമയത്ത് ന്യൂയോർക്ക് ടൈം പറഞ്ഞത് 9:50 AM to 10:10 AM. സോ ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 7:20 PM to 7:40 PM. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് മാക്രോ പറഞ്ഞത് 10:50 AM to 11:10 AM ആണ്. സോ ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8:20 PM to 8:20 PM to 8:40 PM. സോ 20 minutes ടൈം വിൻഡോസിനാണ് നമ്മൾ ഈ മാക്രോസ് എന്ന് പറയുന്നത്. ആൻഡ് കൂടുതൽ ആ ഒരു ഡയറക്ഷണൽ മൂവ് കാണാൻ പറ്റുന്ന 4 മാക്രോസ് ആണ്. ലണ്ടൻ മാക്രോയുടെ അകത്തുള്ള, ലണ്ടൻ സെഷൻ്റെ അകത്തുള്ള 2 മാക്രോസും ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്തുള്ള 2 മാക്രോസും. ആൻഡ് അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സോ പ്യൂർലി സ്കാൽപ്പിംഗ് ആണ്. സോ സ്കാൽപ്പിംഗ് മീൻസ് യു ആർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ട്രേഡ് വിത്തിൻ നോ മോർ ദാൻ 30 minutes. അതായത് മാക്സ് ഒരു ഹോൾഡിംഗ് പീരീഡ് വരുന്നത് 30 minutes ആണ്. അത് കഴിഞ്ഞ് ഹോൾഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സ്മോൾ പോർഷൻ നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു സെഷൻ, ഓക്കെ, ഓവർ സെഷൻ ഒക്കെ ഹോൾഡ് ചെയ്യാറുണ്ട്. ബട്ട് ആവറേജ് നോക്കുവാണെങ്കിൽ വിത്തിൻ 30 minutes നമ്മൾ നമുക്ക് ആ ഒരു ട്രേഡിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ മാക്സ് ഒരു ആവറേജ് 30 minutes ആണ് ആ ഒരു ട്രേഡിൻ്റെ. ആവറേജ് അല്ല, മാക്സ് ഒരു 30 minutes ആണ് അതിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. ഓക്കെ, സോ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ വിത്തിൻ 5 to 10 minutes നമുക്ക് ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, സോ എൻ്റെ ഒരു ആവറേജ് ടൈം നോക്കുവാണെങ്കിൽ അതൊരു 10 to 15 minutes. ഓക്കെ, ടാർഗറ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു 10 to 15 minutes, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ വിത്തിൻ 5 minutes കിട്ടാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പ്യൂർലി സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ എൻ്റർ ചെയ്യണത് 1 minute സോ അതിന് മുന്നേ ഉള്ള കുറച്ച് പ്രൊസീജിയേഴ്സ്, ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്രോ ടൈം വിൻഡോസ് പറഞ്ഞാൽ ഈ ഒരു 4 ടൈം വിൻഡോസ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു സമയത്ത് നമുക്കൊരു ഡയറക്ഷണൽ മൂവ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് ലണ്ടൻ സെഷൻ്റെ അകത്തുള്ള 2 മാക്രോസ് 2:50 AM to 3:10 AM. ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം ആണ്, ന്യൂയോർക്ക് ടൈം ആണ്, UTC -4 ആണ്.
ആൻഡ് നെക്സ്റ്റ് വരുന്നത് 3:50 AM to 4:10 AM. ന്യൂയോർക്കിലോട്ട് വരുമ്പോൾ 9:50 AM to 10:10 AM. ആൻഡ് നെക്സ്റ്റ് വൺ 10:50 AM to 11:10 AM. ഓക്കെ, സോ ഇതിൻ്റെ ഇന്ത്യൻ ടൈം ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം, കമൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആണ്, പ്യൂർലി സ്കാൽപ്പിംഗ് ആണ്. സോ മാക്സ് ഹോൾഡിംഗ് ടൈം പറഞ്ഞാൽ 30 minutes ആണ്. ചില സമയത്ത് 5 to 10 minutes അകത്ത് നമുക്ക് ആ ഒരു ട്രേഡിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റാം. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ അണ്ടർസ്റ്റാൻഡിങ് ദ മെത്തേഡ്, അതായത് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യണം, ഓക്കെ, ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യണത്, സോ ആ ഒരു കാര്യങ്ങളാണ്. സോ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ഒന്നും വേണ്ട. ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആ പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ആൻഡ് ഫ്യൂ എലമെൻറ്റ്സ് ഓഫ് പ്രൈസ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈം ആൻഡ് പ്രൈസ് തിയറി ഉണ്ട്. അതായത് ടൈം ബേസ്ഡ് ആയിട്ടാണ് അൽഗോരിതമിക് പ്രൈസ് ഡെലിവറി നടക്കുന്നത്, ആ ഒരു കാര്യം. ആൻഡ് ഫ്യൂ എലമെൻറ്റ്സ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യണത് നമ്മുടെ ഈ ഒരു 4 ടൈം വിൻഡോസിൻ്റെ അകത്ത് മാത്രമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു 4 hours അല്ലെങ്കിൽ 5 hours 6 hours ഒന്നും സിംഗിൾ സ്ട്രെച്ചിൽ നമുക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരണില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു 20+20 40 ഒരു 80 minutes ആണ് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, ഒന്നുകിൽ നിങ്ങൾക്ക് ലണ്ടൻ മാക്രോസ് മാത്രം ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് മാക്രോസ് മാത്രം ട്രേഡ് ചെയ്യാം. സോ ഞാൻ ബേസിക്കലി ലണ്ടൻ മാക്രോസും ന്യൂയോർക്ക് മാക്രോസും ട്രേഡ് ചെയ്യാറുണ്ട്. സോ ലണ്ടൻ മാക്രോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു ഡയറക്ഷൻ, യൂറോ USD ഒരു ഡയറക്ഷണൽ ട്രേഡ്സ് കിട്ടാറുണ്ട്. ഓക്കെ, സോ ഓവർ സെഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡ്സ് ചില സമയത്ത് കിട്ടാറുണ്ട്. ഓക്കെ, കാരണം ലണ്ടൻ സെഷൻ്റെ അകത്താണ് മോസ്റ്റ്ലി നമുക്ക് ലോ ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഹൈ ഓഫ് ദ ഡേ കിട്ടാറ്. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ലോ അല്ലെങ്കിൽ ഹൈ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി സ്കാൽപ്പിംഗ്. ഓക്കെ, സോ നോ മോർ ദാൻ 30 minutes അതിൻ്റെ അകത്ത് നമ്മൾ പാർഷ്യസ് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ദ പോർഷൻസ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ആവും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, സോ ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആർ പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം, അതായത് നമ്മുടെ മാക്രോ ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം ആൻഡ് പ്രൈസ് തിയറി. സോ അതായത് ബേസിക്കലി ടൈം ബേസ്ഡ് ആയിട്ടാണ് മാർക്കറ്റിൽ പ്രൈസ് ഡെലിവറി നടക്കുന്നത്, ആ ഒരു കാര്യം. പിന്നെ സെക്കൻഡ്, ഫ്യൂ എലമെൻറ്റ്സ് ഓഫ് പ്രൈസ്. എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഞാനിവിടെ പ്രൈസിൽ യൂസ് ചെയ്യണമെന്ന് പറയാം. സോ മേജറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ, പിന്നെ ലിക്വിഡിറ്റി. സോ ലിക്വിഡിറ്റി തന്നെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ PDRS. സോ PDRSയിലോട്ട് വരുമ്പോൾ ഓക്കെ, സോ PDRSയിലോട്ട് വരുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്പർ 1 FEG ആണ്. ഓക്കെ, സോ നമ്മുടെ ഫെയർ വാല്യൂ ഗാപ്സ്. പിന്നെ ഓർഡർ ബ്ലോക്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. എൻ്റെ ഒരു എൻട്രി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കർ മോഡലാണ്. ഓക്കെ, സോ ബ്രേക്കർ ബ്ലോക്കിൻ്റെ ആ ഒരു ബ്രേക്കർ ഫോർമേഷന് ശേഷമാണ് ഞാൻ അവിടെ എൻട്രി എടുക്കുന്നത്. സോ ബ്രേക്കറിൻ്റെ കൂടെ ഒരു FEG കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ അതിനാണ് നോർമലി ICTയുടെ ഒരു യൂണിക്കോൺ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രേക്കർ എൻട്രി മോഡലിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രേക്കർ പ്ലസ് FEG ആണ്. മോസ്റ്റ്ലി ബ്രേക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹൈ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ അവിടെ ഞാനൊരു മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡയറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബയാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്, ഈ ഒരു കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ഓക്കെ, സോ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ലാസ്റ്റ് വീഡിയോ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ കുറിച്ചായിരുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതായത് പ്രോപ്പറായിട്ട് ഏതൊക്കെ ടൈം ഫ്രെയിംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഏതൊക്കെ ടൈം ഫ്രെയിംസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് പോണ സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഞാനിവിടെ യൂസ് ചെയ്യുന്ന PDRS, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്, പിന്നെ അതിൻ്റെ കൂടെ ലിക്വിഡിറ്റി വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ സ്ട്രക്ചർ വരുന്നുണ്ട്. ലിക്വിഡിറ്റി തന്നെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി, കാരണം അവിടെ എപ്പോഴും ലാർജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് എപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, and അതുപോലെ തന്നെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ സ്ട്രാറ്റജിയിലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് പറയാം. ഓക്കെ,
സോ ഞാൻ ഒരു ഹൈ ടൈം ഫ്രെയിം ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് 4 അവർ ആണ്. ഓക്കെ, സോ 4 അവർ ആണ് എൻ്റെ HTF. 4 അവറിൽ ഞാൻ നോക്കുന്നത് ബയസ് പ്രൈസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോണത്. ശരിക്കും ഇതിന് ഈ ഒരു സ്കാൽപ്പിംഗ് നമുക്ക് ബയസ് അത്ര എന്താ പറയുക മസ്റ്റായിട്ട് വേണമെന്നില്ല. ഓക്കെ, കാരണം സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സോ ഒരു പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഒരു ഡയറക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യാറുണ്ട്. പ്രോപ്പർ ഒരു ഹാർഡ് ടൈം ഫ്രെയിം ഡയറക്ഷൻ വേണമെന്നില്ല. ആൻഡ് സെക്കൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്. സോ 15 മിനിറ്റിൽ ഞാൻ നോക്കണത് സ്ട്രക്ചർ പിന്നെ അതുപോലെ തന്നെ PD റേസ് ആണ് 15 മിനിറ്റിൽ നോക്കുന്നത്. ഓക്കെ, എൻ്റെ സെക്കൻഡ് ടൈം ഫ്രെയിം. എൻ്റെ എൻട്രിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ആണ്. സോ 1 മിനിറ്റിൽ എനിക്കിവിടെ വേണ്ടത് ഒരു ബ്രേക്കർ ഫോർമേഷൻ ആണ് എനിക്കിവിടെ 1 മിനിറ്റിൽ വേണ്ടത്. സോ ഈ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു മാക്രോ സെറ്റപ്പ് വെച്ച് എടുത്തിട്ടുള്ള കുറച്ച് ട്രേഡ്സ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണെങ്കിൽ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇത് മാക്രോ ടൈം ആണ്. ഓക്കെ, ഒരു ഇവിടെ നമുക്ക് 250 ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ 310 കാണും. ഓക്കെ, 250 AM to 310 AM. സോ ലണ്ടൻ മാക്രോ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ ഇവിടെ ഞാൻ 1 മിനിറ്റിലാണ് ടൈം ഫ്രെയിം ഉള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ റെക്ടാങ്കിൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ 15 മിനിറ്റിലുള്ള ഒരു PDR ആണ്. സോ മോസ്റ്റ്ലി അതൊരു 15 മിനിറ്റ് FPG ആണ്. കാരണം നമ്മുടെ മാക്രോ ടൈമിലോട്ട് വന്നപ്പോൾ ഓക്കെ, അതായത് ആ ഒരു 250 to 310 എന്ന് പറയുന്ന ടൈമിലോട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കാണാൻ പറ്റി. സ്വീപ്പിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പിന് ശേഷം പ്രൈസ് സഡൻ ആയിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, സ്വീപ്പിന് ശേഷം പ്രൈസ് ഇവിടെ സഡൻ ആയിട്ടൊന്ന് റിവേഴ്സ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഡയറക്ഷൻ കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഈ ഒരു സെല്ലിന് മുന്നേ ഉള്ള ഒരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. ഓക്കെ, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തു, പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ലേറ്റർ എന്ത് ചെയ്തു, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട്ട് പ്രൈസ് വന്നു. എൻ്റെ ഒരു സ്ട്രോങ് റിജക്ഷൻ ഇവിടെ ഫോം ചെയ്തു. അതായത് ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു. ഓക്കെ, ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു. സോ മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് എൻട്രി മോഡൽസ് ആണ്. സോ ആ ഒരു ബ്രേക്കറിന് റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഓക്കെ, ഇവിടെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വിംഗ് ലോയിലല്ല സെറ്റ് ചെയ്യണത്. അതായത് ഈ ഒരു ബോഡി ലോ ഉണ്ടല്ലോ, ഓക്കെ, അത് ബോഡി ലോയിലാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ബോഡി ലോ എടുക്കുവാണെങ്കിൽ 90% ഓഫ് ദ ടൈമിലും ഈ ഒരു സ്വിംഗ് ലോ എടുക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വലിയ കാര്യമില്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളും വരണത്. ആൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു എപ്പോഴും 1:2 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ ക്യാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മാക്സ് ഒരു 10 to 15 പിപ്സ് ആയിരിക്കും നമ്മൾ ക്യാച്ച് ചെയ്യണം. ഓക്കെ, 10 to 15 പിപ്സ്, നോ മോർ ദാൻ 10 to 15 പിപ്സ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആവറേജ് ഒരു 5 to 8 പിപ്സ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. നമ്മളിവിടെ ക്യാച്ച് ചെയ്യണത് ഒരു 10 to 15 പിപ്സ് ആണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്യണത്. ഓക്കെ, സോ കറക്റ്റായി ഈ ഒരു ഡെലിവറി നമുക്ക് ആ ഒരു എല്ലാ മൈക്രോസിനകത്തും കാണാൻ പറ്റില്ല. മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ഒരു 15 മിനിറ്റിലുള്ള ഒരു PDR മിറ്റിഗേഷൻ, അതിനുശേഷം ഒരു ബ്രേക്കർ ഫോർമേഷൻ ആൻഡ് ബ്രേക്കറിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ ഒരു എൻട്രി. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ ആണ്. ആൻഡ് വേറൊരു സെറ്റപ്പ് നമുക്ക് നോക്കാം. ആൻഡ് അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു മൈക്രോയുടെ അകത്ത് തന്നെ നമുക്ക് വേണമെന്നില്ല, ഒരു 5 മിനിറ്റ്സ് ബിഫോർ അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് ആഫ്റ്റർ നമുക്ക് ആ ഒരു ട്രേഡ്സ് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ട്രേഡ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് മാക്രോ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രേഡാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ പറയാം. ഓക്കെ, ഇത് നമ്മുടെ 350 to 410 മാക്രോ ആണ്. സോ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാം ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, സോ കറക്റ്റ് മാക്രോ ജസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി എടുത്തു. പിന്നെ അതിനുശേഷം ഒരു സ്ട്രോങ് റിവേഴ്സൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാം, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഇതൊരു ബ്രേക്കറായിട്ട് മാറി. ഓക്കെ, ഇതൊരു ബ്രേക്കറായിട്ട് മാറി. ആൻഡ് ലേറ്റർ നമുക്ക് എന്ത് കാണാം, പ്രൈസ് ആ ഒരു ബ്രേക്കറിലോട്ട് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് റിജക്ഷൻ ഇവിടെ കാണിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബോഡിയൊക്കെ ആ ഒരു ബ്രേക്കറിൻ്റെ അകത്ത് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് റിജക്ഷൻ വന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഇവിടെ ആയിരുന്നു എൻട്രി. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് എപ്പോഴും ആ ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ ഒരു ബോഡി ലോയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. ആൻഡ് ടാർഗറ്റ് എപ്പോഴും 1:2. ഓക്കെ, സോ നമ്മളിവിടെ 1:5 1:10 ഒന്നും എടുക്കുന്നില്ല. മാക്സ് 1:2 നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളും വരുന്നത്. വേറെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ഇത് ഇന്നലെ ഫോം ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. സോ പ്രൈസ് ഇവിടെ ഒരു 15 മിനിറ്റിലൊരു ബാരിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് റിജക്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, പ്രൈസ് അപ്പോൾ സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. എന്നാൽ നമ്മുടെ മാക്രോയുടെ അകത്ത് വന്നപ്പോൾ ഒരു 250 to 310 അകത്തോട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി. സ്വീപ്പിന് ശേഷം ഇവിടെ വന്നു,
ഓക്കെ, ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തു, അതിനുശേഷം സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി. അപ്പോൾ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ എന്തായിട്ട് മാറി, ഒരു ബ്രേക്കറായിട്ട് മാറി. സോ ലേറ്റർ നമുക്ക് കാണാം പ്രൈസ് ആ ഒരു ബ്രേക്കറിൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് റിജക്ഷൻ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെയായിരുന്നു ആ ഒരു എൻട്രി, ആ ഒരു ക്യാൻഡിൽ ക്ലോസിലായിരുന്നു ആ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് നോർമലി ഈ ഒരു ബോഡി ഹൈയിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ടാർഗറ്റ് എപ്പോഴും 1:2. ഓക്കെ, ഇതായിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ആയിരുന്നു അത്. ഓക്കെ, സോ ഇത് ഒരു എക്സാമ്പിളാണ്. ആൻഡ് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു മാക്രോ പറഞ്ഞത് 250 to 310 ലണ്ടൻ മാക്രോ ആണ്. സോ ലണ്ടൻ മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ ഒരു ക്ലീൻ സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി. സ്വീപ്പിന് ശേഷം ഒരു കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേസ്മെൻറ്റ് അപ്സൈഡ് വന്നു. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പ്ലസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട് ഒരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ലേറ്റർ പ്രൈസ് ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട്ട് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് റിജക്ഷൻ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ആ ഒരു ബ്രേക്കറിൽ വന്നിട്ട് റിജക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കായിരുന്നു. ഓക്കെ, നമ്മൾ ടാർഗറ്റ് എപ്പോഴും 1:2. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 5 പിപ്സ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 10 പിപ്സ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. 8 പിപ്സ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഒരു 16 പിപ്സ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മാക്രോ വരുന്നത് 250 to 310 തന്നെയാണ്, ലണ്ടൻ മാക്രോ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡൗൺ സൈഡിനോട്ട് വന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ഈ ഒരു ബാരിഷ് ക്യാൻഡിൽ ഇവിടെ എന്തായിട്ട് മാറി, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ ഒരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. ലേറ്റർ ആ ഒരു ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം റിജക്ഷൻ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് താഴോട്ട് പോയി. 1:2 ഈസി. എനിക്ക് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 മിനിറ്റ്സിൻ്റെ അകത്ത് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനത് എക്സാമ്പിൾ സോ ഇവിടെ നമുക്ക് കാണാം. സോ മാക്രോയിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ 350 to 410 ലണ്ടൻ മാക്രോ. സോ മാക്രോയിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കാണാം, അതിനുശേഷം ഒരു സ്ട്രോങ് റിജക്ഷൻ കാണാം. ഓക്കെ, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്തായിട്ട് മാറി, ഒരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ലേറ്റർ കറക്റ്റ് ആ ഒരു മാക്രോയിലകത്തോട്ട് വന്നപ്പോൾ പ്രൈസ് ആ ഒരു ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ബുള്ളിഷ് റിജക്ഷൻ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ ഒരു ബോഡിയിലോ ആൻഡ് ടാർഗറ്റ് 1:2. സോ ഇതാണ് നമ്മുടെ മാക്രോ സ്കാൽപ്പിംഗ്, ഒരു ബേസിക് മാക്രോ സ്കാൽപ്പിംഗ് ഗൈഡ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ 1 minute ടൈം ഫ്രെയിം മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 4 hour യൂസ് ചെയ്യുന്നുണ്ട്, 15 minute യൂസ് ചെയ്യുന്നുണ്ട്, 1 minute യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 hour ബയാസ് അല്ലെങ്കിൽ ഡയറക്ഷൻ, 15 minute PD റേസ് മാർക്ക് ചെയ്യണം. ആൻഡ് 1 minute വരുമ്പോൾ നമ്മുടെ ആ ഒരു മാക്രോ ടൈമിൻ്റെ അകത്ത് ഒരു ബ്രേക്കർ അല്ലെങ്കിൽ എനിക്കിവിടെ എൻട്രി മോഡൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. IFEG യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് യൂസ് ചെയ്യാം, അതിനുശേഷം FEG മിറ്റിഗേഷൻ യൂസ് ചെയ്യാം, ബ്രേക്കർ ബ്ലോക്സ്, ബ്രേക്കർ എൻട്രീസ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബ്രേക്കർ എൻട്രീസ് ആണ്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു മാക്രോ സ്കാൽപ്പിംഗ് ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, സോ വേറെ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.